ഇറാനല്ല യഥാർത്ഥ ഭീഷണി, ഖത്തറാണ്. ഇസ്രയേലിൽ പുതിയ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തിരികൊളുത്തിക്കൊണ്ട് മുൻ പ്രധാനമന്ത്രി ബെനറ്റിന്റെ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ നയതന്ത്ര ചലനങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ട് ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി ബെനറ്റിന്റെ അതിശക്തമായ പ്രസ്താവനയാണ് പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ഇസ്രയേലിന് ഏറ്റവും വലിയ ഭീഷണി ഇറാനൊന്നുമല്ല, ഖത്തറാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ തുറന്ന ആരോപണമായി പറയുന്നത്. ഈ വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുകയാണ് എങ്കിൽ ഖത്തറിനെ ഔദ്യോഗികമായി തന്നെ ശത്രു രാജ്യമായി തന്നെ പ്രഖ്യാപിക്കും എന്നതാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേൽ ചാനൽ 12 നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ നടന്ന ഹമാസ് ആക്രമണത്തിന് പിന്നിൽ ഖത്തറിന്റെ സാമ്പത്തിക പിന്തുണയുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇറാൻ പരസ്യമായി തന്നെ ഇസ്രയേലിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ ഖത്തർ ഇത് മറവിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ കൂടുതൽ അപകടകരമായ സ്വാധീനം ചെലുത്തുകയാണ് ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. ഖത്തറിന്റെ ഉടമസ്ഥതയിലുള്ള അൽ ജസീറ മാധ്യമ ശൃംഖല ഇസ്രയേലിനെതിരായ പ്രചരണത്തിന് ഉപയോഗിക്കപ്പെടുകയാണ് എന്നും അമേരിക്കയിലെ സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങളിൽ ഖത്തർ സ്വാധീനം വർദ്ധിപ്പിക്കാൻ തന്നെ അല്ലെങ്കിൽ അത് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ബെനറ്റ് ആരോപണം ഉന്നയിച്ചു. ഇസ്രയേലിനെതിരായ ആശയപരവും രാഷ്ട്രീയപരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഖത്തർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതിലും ഗുരുതരമായ ആരോപണമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിനെതിരെ ബെനറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ പോലും ഖത്തറിന് അനുകൂലമായി തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് ആരോപണം. ഈ പരാമർശം ഇസ്രയേൽ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് യേൽ ലിപ്പിഡുമായി തന്നെ ചേർന്നുകൊണ്ട് രൂപീകരിച്ച ഒരു സഖ്യ നേതാവാണ് ബെനറ്റ്. അത് മാത്രമല്ല, ഹമാസ് പൂർണ്ണമായും തന്നെ ആയുധം ഉപേക്ഷിക്കുന്നതുവരെ ഗാസ വിഷയത്തിൽ യാതൊരു ഇളവും അനുവദിക്കില്ല എന്നും ഭീകരവാദത്തെ ശക്തമായി തന്നെ നേരിടുന്ന സുരക്ഷാ നയമാണ് ഇസ്രയേലിന് ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ബെനറ്റിന്റെ പ്രസ്താവനയ്ക്ക് ഖത്തർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഈ പരാമർശം പശ്ചിമേഷ്യയിലെ നയതന്ത്രത്തിലും ഇസ്രയേൽ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരുന്നതിനിടയിൽ തന്നെ ഖത്തറിനെ പുതിയ പ്രധാന ശത്രുവായി വിശേഷിപ്പിച്ച ബെനറ്റിന്റെ നീക്കം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ പുതിയ അധ്യായത്തിന് തുടക്കമാകുമോ എന്നതാണിപ്പോൾ ഉയർന്ന പ്രധാന ഒരു ചോദ്യമായി തന്നെ പറയപ്പെടുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.